എറണാകുളം കരുമാലൂരിൽ അനധികൃതമായി നിർമ്മിച്ച ഫുഡ് കോർട്ടും പാർക്കും പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് നൽകിയ നോട്ടീസിന് പുല്ലുവില. നോട്ടീസ് നൽകി 3 ആഴ്ചയ്ക്കിപ്പുറവും പാർക്കിന്റെ പ്രവർത്തനം തുടരുകയാണ്. ഇതേസമയം രാഷ്ട്രീയ നേതാക്കളുടെ ഒത്താശയോടെയാണ് പാർക്കിന്റെ പ്രവർത്തനമെന്ന ആക്ഷേപം ശക്തമാണ്. തീരദേശ പരിപാലന നിയമവും നെൽവയൽ നീർത്തട സംരക്ഷണ നിയമവും ലംഘിച്ചായിരുന്നു പാർക്കിന്റെ നിർമ്മാണം. എറണാകുളം ജില്ലയിലെ കരുമാലൂർ പഞ്ചായത്ത് 19-ാം വാർഡിലാണ് ആനച്ചാൽ പുഴയുടെ തീരത്ത് ഒരേക്കറിലധികം വരുന്ന പാടം നികത്തി പാർക്കിനുള്ള നിർമ്മാണങ്ങൾ നടത്തിയത്. തീരദേശ പരിപാലന നിയമം പാലിക്കാതെയായിരുന്നു നിർമ്മാണം. ഇവിടെ ഫുഡ് കോർട്ടിനും പാർക്കിനും നൽകിയിരുന്ന MSME ലൈസൻസ് ജില്ലാ കളക്ടർ റദ്ദ് ചെയ്തിരുന്നു. അനുമതിയില്ലാതെ നിർമ്മാണം നടത്തി ബന്ധപ്പെട്ട ഒരു ഓഫീസിന്റെയും നിരാക്ഷേപ പത്രമോ പ്രവർത്തന അനുമതിയോ ഇല്ലാതെയാണ് ബാബാഹട്ട് എന്ന പേരിൽ കരുമാലൂരിൽ ഹാപ്പിനെസ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത്. തുടർന്ന് പരാതി വ്യാപകമായതോടെയാണ് പഞ്ചായത്ത് സെക്രട്ടറി അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ ഉടമയായ വടക്കൻ പറവൂർ സ്വദേശി ഹസൻകുട്ടി ഹാജിക്കും നടത്തിപ്പുകാരനായ TN ജെയ്ഫറിനും നോട്ടീസ് നൽകിയത്. നോട്ടീസ് നൽകി 3 ആഴ്ച പിന്നിടുമ്പോഴും പാർക്കിന്റെ പ്രവർത്തനം സുഗമമായി തുടരുകയാണ്. പഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെയും കോൺഗ്രസ് CPM നേതാക്കളുടെയും ഒത്താശയിലാണ് പാർക്കിന്റെ പ്രവർത്തനമെന്നും ആക്ഷേപമുയരുന്നുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാർഡിലാണ് പാർക്ക് പ്രവർത്തിക്കുന്നത്. ആനച്ചാൽ പുഴയുടെ തീരം സംരക്ഷിക്കാൻ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും നബാർഡും കരുമാലൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി 5 കോടി രൂപ മുടക്കി നിർമ്മിച്ച പാർശ്വഭിത്തി പാർക്കിന്റെ നിർമ്മാണത്തെ തുടർന്ന് തകർന്നിരുന്നു. എന്നാൽ ഇതടക്കമുള്ള പ്രവർത്തികളിൽ ഒരു നടപടിയും ഇതുവരെ അധികൃതർ കൈക്കൊണ്ടിട്ടില്ല. 2018-ലെ മഹാപ്രളയത്തിൽ വീട് തകർന്നവർക്ക് പോലും വീടിന്റെ പുനർനിർമ്മാണത്തിന് അനുമതി നൽകാത്ത പഞ്ചായത്താണ് പാർക്കിന്റെ കാര്യത്തിൽ മൗനം പാലിക്കുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.